എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് പ്രതിരോധശേഷി കൂട്ടുന്ന ഒരു പാനീയം, പിന്നെ ചെറിയ ചുമ, പനി, ജലദോഷമൊക്കെ വന്നാൽ അതിനൊരു ഔഷധമായിട്ടുള്ളൊരു പാനീയം. അതിനകത്ത് നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെയാണ് ഈ പാനീയം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കഷായം എന്ന് വേണമെങ്കിലും പറയാം, ഈ കഷായം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അത് ചുക്ക്, കുരുമുളക്, ചുക്കില്ലാത്ത കഷായം ഇല്ലെന്നല്ലേ പറയുന്നത്. അപ്പോൾ ചുക്ക്, കുരുമുളക്, ജാതിപത്രി, ജീരകം, ഉലുവ, ചുമന്നുള്ളി, വെളുത്തുള്ളി, തുളസിയില, പനിക്കൂർക്കയില, ആടലോടകത്തില, കറിവേപ്പില, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്ക് പാനീയം ഉണ്ടാക്കാം. അപ്പോൾ ആ പാനീയം ഉണ്ടാക്കാൻ ഒരു 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു അല്പാൽപ്പമായിട്ട് ഈ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഒരു സാധനം കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു സാധനം കൂടിയാലും കുഴപ്പമില്ല, അങ്ങനെ നമുക്കൊരു 5-6 കൂട്ടെങ്കിലും വേണം. കാരണം ഈ നമുക്കുള്ള അടുക്കളയിലുള്ള ഇപ്പം ഒരു കുരുമുളകിനെ പറഞ്ഞാൽ അതിന് പല ഗുണങ്ങളുണ്ട് അല്ലേ. ഇതിൽ ഈ പറയുന്നത് എല്ലാം തന്നെ ആൻറ്റി ഓക്സിഡൻറ്റും, ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതും, വിശപ്പുണ്ടാക്കുന്നതും, ദാഹം ശമിപ്പിക്കുന്നതും, പിന്നെ അങ്ങനെയൊക്കെയുള്ള പ്രതിരോധശേഷി കൂട്ടുന്നതൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിന് തന്നെ പല ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലുമൊക്കെ പിന്നെ സാധനങ്ങൾ ഇട്ട് നമുക്ക് ഇന്നിപ്പം നമുക്കിവിടെ വീട്ടിൽ ജീരകം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള സാധനം എല്ലാം കൂടി ഇട്ട് നമുക്ക് ഈ കഷായം ഉണ്ടാക്കി. അപ്പോൾ കഷായം 1.5 ലിറ്റർ വെള്ളം എടുത്ത് അതിനകത്ത് ഈ കുറച്ച് സാധനം ഇട്ട് തിളപ്പിച്ചിട്ട്, ഔഷധക്കൂട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിനകത്തുനിന്ന് തണുത്ത് കഴിയുമ്പം ഒരു തുടം എടുത്ത് ഒരു 50-60 മില്ലി എടുത്തിട്ട് ബാക്കി ഒരു ഗ്ലാസ് നിറച്ച് തിളപ്പിച്ചാറ്റി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് രാവിലെ വൈകുന്നേരവും എങ്കിലും കുടിക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കോവിഡ് വരാതെ, ജലദോഷവും പനിയും വരാതെയൊക്കെ ഇരിക്കും. ഇനി ജലദോഷവും പനിയും വരുവാണെങ്കിൽ ഈ ആടലോടകത്തിലെയും പനിക്കൂർക്കയിലെയും ഒക്കെ ഇട്ട് നമുക്കിതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് ആവി കൊള്ളുകയും ചെയ്യാം. അപ്പം നമ്മുടെ കഫം ഇളകിപ്പോകാനും, ഇപ്പം പിന്നെ കഫം ഇളകിപ്പോകാനും കഫം വരാതിരിക്കാനും കഫത്തെ തടയുന്നതൊക്കെ ആയിട്ടുള്ള ഔഷധങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ ഇത് പറയുന്നത്, ഈ മഴക്കാലത്ത് മുഴുവനും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരു ചുമ, ശ്വാസം മുട്ടൽ, അല്ലെ ആസ്മ, ഇത് അലർജി, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രയാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാം. അപ്പം ഞാൻ ഒരു കുറച്ച് സാധനങ്ങളുടെ പേരും ഫോട്ടോയും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാണിക്കും. അപ്പം നമ്മുടെ ഔഷധ കൂട്ട് ഇലകളും നമ്മുടെ അടുക്കളയിൽ ഉള്ള സാധനങ്ങളും പരിസരത്ത് നിന്ന് കിട്ടുന്ന സാധനങ്ങളുമായിട്ടുള്ളവ എല്ലാം കൂടി ഇട്ട്, അതായത് ഉള്ളി, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറുവപ്പട്ട, ആടലോടകം, ജീരകം, ഉലുവ തുടങ്ങിയവയെല്ലാം കൂടി ഇട്ട് തിളയ്ക്കാൻ വെച്ചിരിക്കുന്നതാണ്. പതുക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു കുറച്ച് നേരം ഇരുന്ന് തിളച്ചെങ്കിലേ വറ്റി വരുള്ളൂ. അപ്പോൾ അതോടെ കുറച്ച് നേരം കൂടി ഇരുന്ന് തിളക്കട്ടെ. ഞാനത് മൂടി വയ്ക്കുന്നില്ല കേട്ടോ. നമ്മൾ ഔഷധം ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അത് മൂടാൻ പാടില്ല. അതുകൊണ്ട് കഷായമല്ല, അത് മൂടാതെ ഇരുന്ന് തിളപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കഷായത്തിലേക്ക് നോക്കിക്കുക, കഷായം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അളവൊക്കെ കുറഞ്ഞു. പിന്നെ ഇലകളും എല്ലാ സാധനങ്ങളും വെന്ത് അതിൻ്റെ കലത്തിൻ്റെ ചുവട്ടിലായിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്ത് 1/2 ഗ്ലാസ് വീതം ഒരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ കുടിക്കാം. ഇനി ഇത്രയും അളവിടാനില്ല, അല്ലെങ്കിൽ ഇതെടുത്ത് നേർപ്പിച്ച് നമുക്ക് ദാഹശമനിയായിട്ടും ഒരു നേരമെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന പ്രതിരോധശേഷി കൂടും. ഇതാണ് കേട്ടോ, ഞാനിത് ഗ്ലാസ്സിൽ ഊറ്റി വെച്ചിരിക്കുന്ന ഇതിൻ്റെ കളർ കണ്ടോ? ഒത്തിരി കളറൊന്നുമില്ല, ഒരു ചെറിയ കാപ്പിയുടെ ചായയുടെ പോലെ ഒരു കളറ്, ഇത്രയേ ഉള്ളൂ കണ്ടോ. ഗ്ലാസ്സിൽ പുറമേ നോക്കിയാലും ഒരു ചെറിയ കളറ്. ഇതാണ് നമ്മുടെ മഴക്കാലത്ത് ഉണ്ടാകുന്ന ജലദോഷം, ചുമ, പനി ഇവയ്ക്കൊക്കെയുള്ള കഷായം.